ഹലോ ഡിയേഴ്സ്, രാഗം മൂവീസ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രൊഡക്ഷനിൽ അനസ് ഖാൻ ആൻഡ് അഖിൽ പോൾ സംവിധാനം ചെയ്തിരിക്കുന്ന പുതിയ ചിത്രം ഐഡന്റിറ്റി സ്റ്റാറിംഗ് ടൊവിനോ, തൃഷ, ഷമി തിലകൻ, വിനയ് റായ് എക്സെട്ര. ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ എസ്പെഷ്യലി ഉണ്ടായിട്ടുള്ള സിനിമകളിൽ വെച്ചിട്ട് ഒരുപക്ഷെ പ്രൊഡക്ഷൻ വൈസ് ഇതിൻ്റെ ഒരു ബിഗ് സ്കെയിൽ, ഒരു ബിഗ് ക്യാൻവാസിൽ വന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ഐഡന്റിറ്റി. കാരണം ഇതിൻ്റെ ഓരോ ഫ്രെയിമും ഫ്രം ദ ബിഗിനിങ് എല്ലാം വളരെ ഗ്രാൻഡായിട്ട്, വളരെ ഒട്ടും പൈസ പിശിക്കാതെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഈ സിനിമയിൽ വ്യക്തമാണ്. അത് ത്രൂ ഔട്ട്, അതായത് ഗംഭീരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ്, ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ സീക്വൻസസ് എല്ലാം തന്നെ വളരെ മേക്കിങ്ങിൽ വളരെ ഗംഭീരമായിട്ട്, അവരുടെ പ്രൊഡക്ഷൻ വൈസ് ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന അഖിൽ ജോർജ് അയാളുടെ ഇതിനു മുമ്പുള്ള സിനിമകളെ പോലെ തന്നെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോബ് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ ഒരു ജോണർ, ഇതിൻ്റെ ഒരു ഫീൽ, അതെല്ലാം നിലനിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും എല്ലാമാണ് സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ചമൻ ചാക്കോ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ വളരെ നല്ല സിനിമകൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അതുപോലത്തെ തന്നെ വർക്കുകൾ അതേപോലെ ആ ഒരു ലെവലിൽ തന്നെ വീണ്ടും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ തോന്നുന്നത്. കാരണം ഇതിൻ്റെ എഡിറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റ് പേസ്ഡ് കട്ടിങ് ആയിട്ടാണ് തോന്നുന്നത്. ഈവൻ ഇതിൻ്റെ വില്ലന് ഒരു പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞ് ഒരു സ്ലോ മോഷൻ വോക്ക് കൊടുക്കാൻ പോലും സമയം അധികം കൊടുക്കാത്ത രീതിയിലുള്ള ഫാസ്റ്റ് പേസ്ഡ് കട്ടിങ് ആയിട്ടൊക്കെയാണ് ഇതിനകത്തിൽ ചമ്മൻ ചാക്കോയുടെ വർക്ക് തോന്നുന്നത്. പിന്നെ ജെയ്ക്സ് ബിജോയ് ആസ് യൂഷ്വൽ ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്ക് ദ ഡിവോ, അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ, അവർ രണ്ടും ചേർന്നിട്ടാണ് ഇതിനു മുമ്പുള്ള സിനിമകളെ പോലെ ഇത് എഴുതി ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർ ഗ്രാൻഡായിട്ട് സിനിമയെ ഡീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തതായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. തോന്നുന്നതെന്നല്ല, നല്ല രീതിയിൽ ഒരു റിസർച്ച് ഈ പിന്നിൽ, ഇതിൻ്റെ കഥയ്ക്ക് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പല സിനിമകളിലൂടെയും മനസ്സിലാക്കുന്ന ചില രോഗാവസ്ഥകളും കാര്യങ്ങളും ഉണ്ട്. പലപ്പോഴും സിനിമകളിലൂടെയാണ് ചിലരൊക്കെ അത് മനസ്സിലാക്കുന്നത്. അതിനെ പോലുള്ള ഒരു ഈ കഴിഞ്ഞിടയ്ക്ക് ബൊഗൈൻവില്ല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ അതിനകത്ത് റെട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതുപോലെ നമ്മൾ പല രീതിയിലുള്ള സിനിമകളും കണ്ടിട്ടുണ്ട്. ഷോർട്ട് ടൈം മെമ്മറി ലോസ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സംഭവം. ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ പ്രതിപാദിക്കുന്ന ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പ്രോസോപഗ്നേഷ്യ അല്ലെങ്കിൽ ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ ഏറെക്കുറെയൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ ഒരു രീതിയിലുള്ള ഹരൺ ശങ്കർ എന്ന് പറയുന്ന ടൊവിനോ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. ഹരൺ ശങ്കർ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു OCD അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒബ്സസ്ഡ് ടു പെർഫെക്ഷൻ എന്ന് പറയുന്ന പോലുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. ആദ്യമൊക്കെ ഏറെക്കുറെ പല സീനുകളിലും പുള്ളി ആ ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന, അധികം ഡയലോഗുകളൊന്നും പറയാത്ത രീതിയിലാണ് ആ ക്യാരക്ടർ ഒരു ഗ്രോത്ത് തുടങ്ങുന്നത്. ടൊവിനോ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ആ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എഗെയിൻ പുള്ളി ഈ സിനിമയിലും പുള്ളിയുടെ ആ ഒരു സൗണ്ട് മോഡുലേഷനിലും ഒക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടൊവിനോ ആസ് യൂഷ്വൽ ഹീസ് എ ഹാർഡ് വർക്കിംഗ് ആർട്ടിസ്റ്റ് ഓഫ് മലയാളം സിനിമ. ടൊവിനോ തോമസിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ നോക്കി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രോസോപഗ്നേഷ്യ അല്ലെങ്കിൽ ഫ്യൂസിഫോം കെയറസ് എന്നൊക്കെ പറയുന്ന പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പുതിയതായിട്ട് നമുക്ക് പരിചിതമാകുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും എനിക്ക് സിനിമ പുതിയതായിട്ട് മുന്നോട്ട് വെക്കുന്നതായിട്ട് തോന്നുന്നു. അതായത് ഇതിനകത്തിൽ ഈ എയർ ട്രാഫിക് കൺട്രോളിങ്, അല്ലെങ്കിൽ അതിൻ്റെ കുറേ സെറ്റപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഇതിനകത്തിൽ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പുതുമയായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ചില പെക്യൂലിയർ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഒക്കെ സിനിമ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മനസ്സിലാക്കാനായിട്ട്, ഈ പറയുന്ന ഒരു രോഗമോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഷമി തിലകൻ്റെ ഒരു ക്യാരക്ടർ ഇതിനകത്തിൽ വരുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും അതിലൂടെ ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് റൈറ്റ് ചെയ്തൊരു സീക്വൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ രോഗം എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലി ഒരു മൊബൈലിൽ ഒരു രജനീകാന്തിൻ്റെ പടം കാണിക്കുന്നത് അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. കാരണം എന്താണ് ശരിക്കും രോഗം എന്ന് മനസ്സിലാക്കാനായിട്ട് പിന്നീടുള്ള ഒരു എക്സ്പ്ലനേഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പടത്തിൻ്റെ ഒരു റൈറ്റേഴ്സിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഈ രീതിയിൽ പ്ലോട്ട് ഡെവലപ്പ് ആകുന്നു, ഇത് സെറ്റ് ചെയ്യുന്നു,
ഇതിനകത്തിലെ ഒരു ഇൻ്റർവൽ ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എലിവേറ്റഡ് മൊമെൻ്റ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ശ്രമം കൊണ്ടുവരുന്നുണ്ട്. ഒരു ഇൻ്റർവൽ ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ വിനയ് റായ് ടൊവിനോ തോമസിൻ്റെ ഒരു കോൺഫ്ലിക്റ്റും ഒക്കെ വരുന്നു. അതിനകത്തുള്ള ഒരു എലിവേറ്റഡ് മൊമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. വിനയ് റായ് ആ ക്യാരക്ടറിലേക്ക് പറയുമ്പോഴത്തേക്ക് അതിനെ ഡബ് ചെയ്ത് ആരാണെന്ന് നോക്കിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഗംഭീരമായിട്ടുള്ള ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു സൗണ്ടും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും വിനയ് റായ് ഈ പറയുന്ന ടൊവിനോ തോമസ് കോൺഫറൻറ്റിങ് സീൻസിലൊക്കെ വിനയ് റായുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒരു ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. ഈ ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ വരെ എൻഗേജിങ് ആയിട്ടും വളരെ സൂപ്പർബായിട്ടുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലൻ്റെ ഒരു യൂണിവേഴ്സ് ഇച്ചിരി വലുതാകുന്നുണ്ട്. വില്ലൻ്റെ യൂണിവേഴ്സ് വലുതാകുമ്പോഴത്തേക്ക് കുറേ സപ്ലോട്ടുകൾ വരുന്നു. പിന്നെ വില്ലൻ്റെ ബോസ് ലേഡി വരുന്നു, അത് നമ്മളുടെ മന്ദിര ബദി അവർ വരുന്നുണ്ട്. അങ്ങനെ കുറേ പുതിയ പുതിയ വില്ലൻ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ആ ഒരു സപ്ലോട്ട് ഡെവലപ്മെൻറ്റുകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിൽ നടക്കുന്നു. പിന്നെ ഒരു കാർ ചേസ് വരുന്നു. പിന്നെ വില്ലൻ ഇങ്ങനെ വലുതാകും തോറും ഇതിൻ്റെ റൈറ്റേഴ്സ് ഓഫ് കോഴ്സ് ടൊവിനോ തോമസും ഇവരുമായിട്ട് ഇതിനു മുൻപേ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൊവിനോ തോമസിന് ഒരു അല്ലെങ്കിൽ ഹരൺ ശങ്കറിൻ്റെ ക്യാരക്ടറിന് ഒരു സ്റ്റാർ പരിവേഷം കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം തുടക്കത്തിൽ നിന്ന് തന്നെ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴും അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ ഈ സിനിമ ഉദ്ദേശിക്കുന്ന ഒരു ഹൈ ഒരു ഫീല് നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അതാണ് സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം. അതർവൈസ് സിനിമ വളരെ ഗ്രാൻഡായിട്ടുള്ള വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തന്നെ തോന്നിയത്. പിന്നെ തൃഷയിലേക്ക് വരുമ്പോൾ തൃഷ ഇതേപോലെയുള്ള ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗമാകുമ്പോൾ സിനിമയ്ക്ക് ആ ഒരു വലിയൊരു ആസ്പെക്റ്റ് എന്നുള്ളതിന് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമെന്നല്ലാതെ ആ ഒരു ക്യാരക്ടർ ഈ തൃഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് വലിയ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്തിൽ ഒരു എയർക്രാഫ്റ്റിനുള്ളിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലയാള സിനിമയിലൊന്നും ഇതുവരെ അധികം കാണാത്ത രീതിയിൽ അത്തരത്തിലൊരു ആക്ഷൻ സീക്വൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അത് വളരെ ഗംഭീരമായിട്ട് ഒട്ടും നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഗിമിക്കായിട്ടോ ഒന്നും തോന്നാത്ത രീതിയിൽ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സിനിമ. സോ സിനിമ ആകെ മൊത്തം ഒരുപാട് സപ്ലോട്ടുകളും ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയത്ത് ഇത് കൈൻഡ് ഓഫ് ഒരു വലിയൊരു സിലബസ് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ടീച്ചർമാർക്ക് എടുത്ത് തീർക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥ പോലെയാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഫീൽ ചെയ്ത്. കുറേയൊക്കെ സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറേയൊക്കെ എന്താ പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ്സ് പല ക്യാരക്ടറിനും ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നിടത്ത് കുറച്ചൊക്കെ കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ കൂടെ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ ഒരു കുറച്ചുകൂടെ നല്ലൊരു വാച്ചായിരുന്നു. എനിവേസ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു മേക്കിങ്ങും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു എബോ ആവറേജ് വാച്ചായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. വാച്ച് ഇറ്റ് ഐഡൻറ്റിറ്റി.